ഹായ് പി സി ആസ്പിറൻസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, SPCID തുടങ്ങിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഗ്രി പോസ്റ്റിലേക്കുള്ള ഡിഗ്രി പ്രിലിംസിൻ്റെ എക്സാം ഡേറ്റ് മെയ് 2-ാം തീയതിയാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് വളരെ കുറഞ്ഞ ടൈം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ടൈറ്റ് ഷെഡ്യൂൾ വെച്ച് തന്നെ നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യാത്തവർ കംപ്ലീറ്റ് ചെയ്യുകയും റിവിഷനൊക്കെ ചെയ്ത് പ്രോപ്പറായിട്ട് മോക്ക് ടെസ്റ്റൊക്കെ എഴുതിയാൽ മാത്രമേ നമുക്ക് ഡിഗ്രി പ്രിലിം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് 45 ദിവസത്തെ സ്റ്റഡി ടൈം ടേബിളാണ്. അതിൽ പ്രധാനമായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഡെയിലി ഒരു 5 ടോപ്പിക്ക് റിവിഷൻ ചെയ്യും. കാരണം റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഈസിയുള്ള ഒരു കാര്യമാണ്. പക്ഷേ എങ്കിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്താൽ ഒരിക്കലും നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. മാക്സിമം നമ്മൾ ഓരോ ടോപ്പിക്കും റിവിഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ പഠിച്ച ടോപ്പിക്കാണെങ്കിൽ റിവിഷൻ ചെയ്യുക. ഞാനൊരു ടോപ്പിക്ക് റിവിഷൻ ചെയ്യാൻ വേണ്ടി മിനിമം ഒരു അരമണിക്കൂർ മാത്രമേ എടുക്കത്തുള്ളൂ. അല്ലാതെ ഒന്നേന്നിരുന്ന് ഇനിയുള്ള ലോകത്തുള്ള എല്ലാ പോയിന്റും കൂടെ ആഡ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് എൻ്റെ റിവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പഠിച്ച പോയിന്റ്സിനെ ജസ്റ്റ് ഒന്ന് വായിച്ച് പോകുക എന്നുള്ളതാണ്. മാക്സിമം അരമണിക്കൂർ മാത്രമേ എടുക്കാവൂ. കാരണം ടൈം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പം അതിനനുസരിച്ച് നമ്മൾ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യുകയും വേണം. അപ്പം 5 ടോപ്പിക്ക് ഡെയിലി റിവിഷൻ ചെയ്തു. അതിനുശേഷം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ടോപ്പിക്ക് ഡെയിലി ന്യൂ ടോപ്പിക്ക് പഠിക്കും. പുതിയ ഏതെങ്കിലും പഠിക്കാത്ത ടോപ്പിക്ക് ഒരെണ്ണം ഞാൻ ഡെയിലി കമ്പൾസറി ആയിട്ട് പഠിച്ചിരിക്കും. അപ്പം ഒരാഴ്ച കഴിയുമ്പോൾ നമുക്കിത് റിവിഷനിൽ കൊണ്ടുവരാനും പറ്റും. ഓക്കെ, നെക്സ്റ്റ് ചെയ്യുന്നത് PYQ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് PYQ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട് ഉണ്ട്. അതിലേതാണ് നല്ലൊരു വീഡിയോ എന്ന് വെച്ച് അതിൻ്റെ ക്ലാസ് എന്ന് വെച്ചാൽ ആ ക്ലാസ് ഞാൻ കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട് മാക്സിമം നമുക്ക് പഠിക്കാൻ പറ്റും. കാരണം റിലേറ്റഡ് ഫാക്ട് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എനിക്കറിയാവുന്ന പോർഷൻസിൻ്റെ റിലേറ്റഡ് ഫാക്ട് ഞാൻ നോക്കത്തില്ല. എനിക്ക് അറിഞ്ഞുകൂടാത്ത ഏത് പോർഷനാണോ റിലേറ്റഡ് ഫാക്ട് എനിക്ക് പഠിക്കാനുള്ളത് അത് ടോപ്പിക് ബേസ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും കൂടെയാണ് കണ്ടുപിടിക്കുക. ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പം അമെൻമെൻറ്റ്സിനൊക്കെ കുറിച്ചിട്ട് റിലേറ്റഡ് ഫാക്ട് പഠിക്കാൻ എനിക്ക് ഭയങ്കര ആർട്ടിക്കിൾസൊക്കെ റിലേറ്റഡ് ഫാക്ട് എനിക്ക് ഭയങ്കര ടഫുള്ള കാര്യമാണ്. അപ്പോൾ അതിലൊക്കെ ഞാൻ ഫോക്കസ് ചെയ്താണ് PYQ ആൻഡ് റിലേറ്റഡ് ഫാക്ട് പഠിക്കുന്നത്. നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഡെയിലി ഒരു മോക്ക് ടെസ്റ്റ് ചെയ്തിരിക്കണം. കാരണം എക്സാം ഹാളിൽ നമുക്ക് ടൈം മാനേജ് ചെയ്യാനും നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാനും അതുപോലെ തന്നെ നമുക്ക് എവിടെയാണ് ഒരു വീക്ക് പോർഷൻ എന്ന് അറിഞ്ഞ് നമുക്ക് അതിന് സ്ട്രെങ്ത് കൊടുത്ത് പഠിക്കാനൊക്കെ ഈ ഒരു മോക്ക് ടെസ്റ്റ് സാധിക്കും. ഫസ്റ്റ് ഞാൻ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് 10 മാർക്ക് 12 മാർക്കൊക്കെ എനിക്ക് കിട്ടത്തുള്ളായിരുന്നു. പക്ഷേ എങ്കിൽ ഇപ്പം നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. കാരണം നമുക്കറിയാത്ത ടോപ്പിക്ക് നമ്മൾ വീണ്ടും ഏത് ടോപ്പിക്കാണെന്ന് അറിഞ്ഞ് നമ്മൾ പഠിക്കും. അപ്പം നമുക്ക് നല്ല എക്സാം ഹാളിൽ നമുക്ക് നല്ല ഒരു മാറ്റം കിട്ടും. ഓക്കെ, അപ്പോൾ എക്സാം എഴുതുമ്പോൾ ആ ഒരു ടെൻഷനൊക്കെ നമുക്ക് ഒഴിവാക്കാൻ ഈ PYQ സഹായിക്കും. നെക്സ്റ്റ് പറയാനാണെന്നുണ്ടെങ്കിൽ മലയാളം, ഇംഗ്ലീഷ് തുടങ്ങിയ സബ്ജക്റ്റ് പഠിക്കുന്നത് എങ്ങനെയാണെന്നാണ്. ഇത് പഠിക്കുന്നത് ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം എനിക്ക് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്നും 3 സബ്ജക്റ്റും ഒരുപോലെ ടഫായിട്ടുള്ളൊരു പോർഷനാണ്. അപ്പം 3 സബ്ജക്റ്റിന് ഞാൻ ഒരുപോലെ ടൈം കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. മാത്സിലെ ചില ടോപ്പിക്സൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം സ്ഥാനനിർണ്ണയം അല്ലെങ്കിൽ ഇപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടും എക്സാമിന് ചോദിക്കുന്നതാണ്. ഇപ്പോൾ ഏതെന്ന് വെച്ചാൽ ഏജ് പ്രോബ്ലംസ്, കലണ്ടറൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പോർഷൻസൊക്കെ ഞാൻ ഫസ്റ്റ് റിവൈസ് ചെയ്തുകൊണ്ടിട്ട് ബാക്കി പോർഷൻസ് പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതുപോലെ തന്നെ ഇംഗ്ലീഷും മലയാളത്തിലും ഞാൻ PYQ ആണ് യൂസ് ചെയ്തിട്ട് പഠിക്കുന്നത്. എനിക്ക് ഭയങ്കര ടഫുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചിലർക്ക് മാത്സ് ഈസി ആയിരിക്കും. അങ്ങനെയുള്ളവർ ഇംഗ്ലീഷിനും മലയാളത്തിനും ഇമ്പോർട്ടൻസ് എടുക്കാം. മലയാളം ഈസി ആയവർ ഇംഗ്ലീഷിനും മാത്സിനും, 3 ടഫായിട്ടുള്ളവർ 3-നും ഇമ്പോർട്ടൻസ് എടുക്കും. കാരണം 3 സബ്ജക്റ്റും ഒരുപോലെ മാർക്ക് നേടിയാൽ മാത്രമേ നമുക്ക് ഡിഗ്രി പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ജനറൽ GK മാത്രവും കറണ്ട് അഫയേഴ്സ് മാത്രവും പഠിച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ല. നെക്സ്റ്റ് പറയാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സിനെ കുറിച്ചാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. 2024 ഡിസംബർ മുതൽ 2025 ഒരു മാർച്ച് വരെയുള്ള കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. അത് ഞാൻ ചെയ്യുന്ന വഴിയെന്ന് വെച്ചാൽ PYQ നോക്കും. 2024-25 ചോദിച്ചിട്ടുള്ള ആ ഒരു ടോപ്പിക്ക് കറണ്ട് അഫയേഴ്സിന് സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സിൽ. അപ്പോൾ താങ്ക് യു സോ മച്ച്.